ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ബേക്ക്ലാൻഡ് ബേക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഒരുപാട് നാളായി ഞാനൊരു പിസ്ത കേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും അതങ്ങോട്ട് ഉണ്ടാക്കി, ഇനിയിപ്പോൾ അത് അപ്ലോഡ് ചെയ്യുക. എന്താ പറയുക, ഒരു സന്തോഷം മനസ്സിന്. കുറേ നാളായി, ഏകദേശം നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇങ്ങനെ വിചാരിക്കണത് ആ പിസ്ത കേക്ക് വേഗം അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അതങ്ങനെ നീണ്ടു പോയി ഒടുവിൽ നമ്മളൊരു അടിപൊളി പിസ്ത കേക്കുമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ കൂടുതലൊന്നും പറയണില്ല, പറഞ്ഞല്ലോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഈ കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകും. അതുകൊണ്ടാണ് അല്ലാതെ ആദ്യമേ തന്നെ ഒന്ന് അടുപ്പിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇടയിൽ നമ്മൾ ഓരോന്ന് പോയിട്ട് അളന്നെടുക്കണേലും നല്ലത് എപ്പോഴും എല്ലാതും അളന്നിട്ട് ഇതുപോലെ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, നമ്മളെല്ലാ ഐറ്റംസും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി പിസ്ത കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ 250 ml ഒരു കപ്പിലാണ് കേട്ടോ 1 കപ്പ് മൈദ അളന്നെടുത്തിട്ടുള്ളത്. അതിലോട്ട് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ്, അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് 3 പ്രാവശ്യം ഇനി അരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ അരിച്ച് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 1/4 കപ്പ്, അതായത് 1/4 കപ്പിൻ്റെ അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ അളവിൽ തന്നെ 1/4 കപ്പ് ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നുകളാണ്. ഇതിലാണ് നമ്മൾ ഈ ഒരു പിസ്ത കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിൽ 1 kg കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ കേക്കിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പിസ്ത. നമ്മൾ പിസ്ത കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്തായാലും പിസ്ത വേണമല്ലോ. പിന്നെ പിസ്ത ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ എടുക്കുക. സീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിസ്ത തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യുക. പിന്നെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ഇത് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ മിക്സാണ്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച ഈ ഒരു പിസ്തയുടെ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ പിസ്തയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു പിസ്ത പൗഡർ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പിസ്ത കേക്കാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ റേറ്റിലും വ്യത്യാസം വരുത്തണം കേട്ടോ. നമ്മളുടെ സാധാരണ പിസ്ത ഒന്നും പൊടിച്ചിടാത്ത കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ റേറ്റ് അല്ല ഈ ഒരു കേക്കിന് വാങ്ങേണ്ടത്. കാരണം പിസ്തയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരുത്തണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പാലും ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 1/4 കപ്പ് വീതം, അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പിസ്തയുടെ എസെൻസ്, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ഈ ഒരു എസെൻസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അത് കൂടുതലാവരുത് കേട്ടോ. പിന്നെ നേരിട്ട് നമ്മളുടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാണ്ട് ഇതേപോലെ ഒരു സ്പൂണിൽ വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നേരിട്ട് അതിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അളവൊക്കെ കൂടിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയുടെ മിക്സ്, അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നോക്കിയാൽ ഞാൻ ഇതേപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യണത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുകയും ചെയ്യും. അതിൽ കട്ടകളൊന്നും ഉണ്ടാവുകയില്ല ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ എഗ് വിസ്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ കട്ടകൾ ഒട്ടും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതും അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, എഗ്ഗ്. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ എന്താ ഈ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ആ എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാത്ത ഒരു പാത്രത്തിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. ബീറ്ററിലും ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ. എന്നിട്ടിത് ഈ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ എഗ് വൈറ്റ് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പാത്രത്തിലോ ബീറ്ററിലോ ഒന്നും ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എഗ് യോക്കിൻ്റെ ഒരു പാർട്ടിക്കിൾസും ഇതിൽ പെടാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എഗ് വൈറ്റ് ഒരിക്കലും ഇതുപോലെ ബീറ്റായിട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെ ഇതാ നമ്മളുടെ എഗ് വൈറ്റ് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറക്കണമെന്നുണ്ടെങ്കിൽ അതിനേലും കുറക്കാം. കുറച്ചധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ എടുക്കുക. 1 കപ്പ് ആകുമ്പോൾ കുറച്ച് മധുരം കൂടുതലായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷുഗർ ചേർക്കുമ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്പാൽപ്പായിട്ട്, അതായത് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ എന്താ നോക്കിയേ, നമ്മളുടെ എഗ് വൈറ്റും ഷുഗറും ഒക്കെ കൂടെ നന്നായിട്ട് പതഞ്ഞ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവണം കേട്ടോ. പിന്നെ ഓവർ ബീറ്റ് ആവാനും പാടില്ല. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ സെൻറ്റർ കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് എഗ് യോക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നോരോന്നായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ 3 എഗ് യോക്കും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബീറ്ററൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഈ എഗ് മിക്സ് റെഡിയാക്കാൻ വേണ്ടി മാത്രം ബീറ്റർ യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ അത് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് മാത്രം മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ബാറ്ററിൽ എയർ ബബിൾസ് ഒക്കെ പോയിട്ട് നമ്മളുടെ ഈ ഒരു കേക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പൊന്തി വരില്ല. പിന്നെ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്. പയ്യനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്ക് കറക്റ്റായിട്ട് പൊന്തി വരില്ല. പിന്നെ ഒന്നിച്ച് നമ്മളുടെ ഈ ഒരു മൈദ മിക്സ് അതിലോട്ട് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കരുത്. ഒരു 3-4 തവണകളായിട്ട് മാത്രം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ബാറ്ററിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്റർ വല്ലാണ്ട് അങ്ങോട്ട് കട്ട കുത്തിപ്പോവും. അങ്ങനെ ഇതാ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഈ ഒരു ബാറ്ററിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ ഓയിലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന പലർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് ലാസ്റ്റ് പാലും ഓയിലും മൈദ മിക്സും കൂടെ ലാസ്റ്റ് ചേർക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഓയിൽ ചേർത്തിട്ട് വല്ലാണ്ട് അങ്ങോട്ട് ബീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്ക് പെർഫെക്റ്റായി വരില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഓയിൽ ഒരു പക്ഷേ അടിയിലേക്ക് ബാറ്ററിൻ്റെ താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ മൈദയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളുടെ സ്പോഞ്ച് കേക്ക് റെഡിയാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് നല്ല അടിപൊളി ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന് അത്യാവശ്യം നല്ല പൊക്കവും കിട്ടും. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയി കഴിഞ്ഞാൽ ചില ഭാഗം ജസ്റ്റ് ഒന്ന് മേലോട്ടും താഴോട്ടൊക്കെ പൊങ്ങിയും താഴ്ന്നൊക്കെ നിൽക്കും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ്.
അപ്പോൾ ഞാനിത് ഡീമോൾഡ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഓവനിൽ നിന്ന് എടുക്കുന്നതോ ഒന്നും കാണിക്കാത്തത് നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്തിയാണ്, അതിൻ്റെ കൂടെ ഒന്നും കൂടെ ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാലിൽ കുറച്ച് കണ്ടൻസർ മിൽക്കും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്ലെച്ചസ് കേക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, സിറപ്പുണ്ടല്ലോ, അത് വേണമെങ്കിൽ റെഡിയാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത്രത്തോളം ഒഴിച്ചിട്ടില്ല, കുറച്ച് പാലും കുറച്ച് വെള്ളവും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് പിസ്തയുടെ നമ്മൾ നേരത്തെ കേക്കിലൊക്കെ ഒഴിച്ച ആ ഒരു എസെൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഒരു പച്ച കളറും കിട്ടും, ശരിക്കും ഒരു ഷെയ്ക്കിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള സിറപ്പ് ആവുകയും ചെയ്യും. ഇത് നിങ്ങൾക്കറിയാലോ, നമ്മളുടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിഡ് ക്രീമാണ്. അതിലോട്ട് ഞാൻ നമ്മളുടെ പിസ്തയുടെ എസൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ തന്നെ ഉള്ളൂ, ഞാൻ വേറെ കളറൊന്നും ആഡ് ആക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ സിറപ്പും ക്രീമും കേക്കും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഒരു കേക്കിൻ്റെ രൂപത്തിലാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടേൺ ടേബിളിലേക്ക് ഒരു കേക്ക് ബോർഡ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞ് ഷുഗർ സിറപ്പ് തന്നെ എപ്പോഴും പറയുന്നത്. സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ക്രീം സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. സിറപ്പ് ഒഴിക്കുക, പിന്നെ ക്രീം വെക്കുക, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കേക്കുകളും സെറ്റ് ചെയ്യാം. അങ്ങനെ 4 ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്യേണ്ടതൊന്നും ഇനി ഡീറ്റെയിൽ ആയി കാണിക്കണില്ല, നമ്മൾ അതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കൂട്ടാ. ഇനി നമുക്ക് ഈ ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കണ കേക്കിനെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക, ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയതിന് ശേഷം ഫുള്ള് ഇതുപോലെ ചുറ്റും ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഐസിങ് സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഈ ക്രീം മൊത്തം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫിയോണയുടെ ക്രീമാണ് യൂസ് ചെയ്തേക്കണത്. പക്ഷേ ഇപ്പോഴത്തെ ഫിയോണയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ചെറിയ ഒരു ഓവർ ബീറ്റ് ആയ പോലെ ചെറിയ ചെറിയ ഹോൾസൊക്കെ കണ്ട സൈഡിൽ. അപ്പോൾ ഒരു ഓവർ ബീറ്റ് ആയ പോലെയാണ് ഈ ഒരു ക്രീം ഇരിക്കണത്. എൻ്റെ വേറെ ക്രീമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രീം മാറ്റാനൊന്നും നിന്നില്ല. പിന്നെ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ഓവർ ബീറ്റ് ആയ പോലെ ഇരിക്കണു. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ഗനാശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭംഗിക്കുറവ് അങ്ങനെ അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മളുടെ ഫൈനൽ കോട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുവിധം പെർഫെക്റ്റ് ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഗനാശ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1/4 കപ്പ്, അതായത് 1/4 കപ്പ് ചോക്ലേറ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് നമ്മളുടെ പിസ്തയുടെ എസെൻസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പച്ച കളർ ഉള്ളത്. പിന്നെ ഞാനൊരല്പം ഗ്രീൻ കളറ് ഫുഡ് കളറോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ബബിൾസ് പോലെ ഉണ്ടാവും. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമല്ലേ, അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് പോവും. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഗനാശ, നമ്മൾ കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ എടുക്കുന്ന ഗനാശ എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഏതാ നമ്മളുടെ ഗനാശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. നമ്മളുടെ കേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാശ ഒഴിച്ച് കൊടുക്കുക. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂട്ടോടുകൂടി ഒഴിക്കരുത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, വിപ്പിംഗ് ക്രീമിൽ ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെൽറ്റായിട്ട് പോവും. അപ്പോൾ നമ്മുടെ കേക്ക് ആകെ കൊളായി പോവും. ജസ്റ്റ് ഒന്ന് ചൂട് വല്ലാണ്ട് ചൂടാറി തണുത്ത് പോവരുത്, എന്നാൽ ചൂടുണ്ടാവാനും പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കേക്കിനെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും ആയിക്കോളും, ഒരു ട്രിപ്പ് പോലെ വന്നോളും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ കേക്ക് ഒന്ന് ചെരിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ.
കണ്ടില്ലേ, ഇതുപോലെ എല്ലായിടത്തേക്കും ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കുക. വല്ലാണ്ട് അങ്ങോട്ട് ചെരിക്കരുത്, അപ്പോൾ കേക്ക് മൊത്തം താഴേക്ക് എടുക്കും. ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ട്രിപ്പ് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇതൊരു മിനി ചോക്ലേറ്റ് മോൾഡാണ്. ഇതിലോട്ട് നമ്മൾ മെൽറ്റാക്കിയിട്ടുള്ള ചോക്ലേറ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കുറച്ചും കൂടെ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ട് ഇതാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മോൾഡ് യൂസ് ചെയ്യണേ, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനപ്പോൾ അത് കുറച്ച് നേരം ഫ്രീസറിൽ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. കണ്ട, അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് മോൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി സംഭവം. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് ഫുള്ള് ഞാൻ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഈ കേക്കിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ താഴെ കിടക്കും ചിലപ്പോൾ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഒരു വട്ടം ഒരു കേക്കിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങി വെച്ചതാണ്. കുറച്ച് നാൾ മുമ്പ് വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇപ്പോഴാണത് ആവശ്യം വന്നത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഈ കേക്കിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിലുണ്ടായിരുന്ന പേഴ്സൊക്കെ ഞാൻ കേക്കിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വെക്കാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ സംഭവം നിലത്ത് എടുക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് എറിഞ്ഞു കൊടുത്താൽ മതി. അതവിടെ അങ്ങനെ നിന്നോളും, വിപ്പിംഗ് ക്രീമിൽ ഒട്ടിപ്പിടിച്ച് നിന്നോളും. അങ്ങനെ നമ്മളുടെ കേക്ക് മൊത്തം സ്പ്രിങ്കിൾസൊക്കെ വെച്ച് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സിൽവർ പേൾസും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് പരിപാടിയായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിനി ചോക്ലേറ്റ്സൊക്കെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി ഡിസൈനിലുള്ളൊരു കേക്കാണ്. പക്ഷേ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈനുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പിയും ഡിസൈനും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ നമ്മളുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. താങ്ക് യു.